എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ സെഷൻ ആരംഭിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ ജൂൺ 13 2022 നടത്തിയതുപോലെ പരമാവധി വൃക്ഷത്തൈകൾ ഭൂമിയിൽ നട്ടുപരിപാലിക്കുവാനുള്ള ഒരു ശ്രമമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി സ്വയം നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് ബോധവാനാവുക. നമ്മുടെ വേദങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവുകൾ പങ്കുവയ്ക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതിലെ ആദ്യത്തെ സെഷൻ 8 മണി വരെ, പരമാവധി 8:10 വരെ പഠിതാക്കള്, പൂജാപഠനം ഗ്രൂപ്പിലുള്ള അംഗങ്ങള് സ്വന്തം വൃക്ഷത്തെക്കുറിച്ച് അറിയാവുന്ന എത്ര സമയം എടുത്താലും കുഴപ്പമില്ല. നമ്മളിത് 12 മണി വരെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. ഓരോരുത്തർക്കായിട്ട് പറയാനുള്ള ഒരു അവസരമാണ്. അതിനുശേഷം ഒരു 8:10 മുതൽ ഒരു 40 മിനിറ്റ് സമയം എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഈ നക്ഷത്ര വൃക്ഷത്തിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ ഒരു കൺസെപ്റ്റിന്റെ തത്വം എന്താണ് എന്നതിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകൾ 27 വൃക്ഷങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹരിയേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹരിയേട്ടനും സംസാരിക്കും. അതിനുശേഷം വീണ്ടും പറയാൻ ബാക്കിയുള്ളവര്, അതായത് തയ്യാറായി വന്നവർക്ക് പറയാനുള്ള അവസരം കൂടിയാണ്. ആ രീതിയിലാണ് നമ്മളിത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയിട്ട് ഇന്നത്തെ സെഷൻ ആരംഭിക്കുകയാണ്. ആദ്യം അശ്വതി നക്ഷത്ര വൃക്ഷത്തെക്കുറിച്ച് പൂജാപഠനം പഠിതാക്കളുടെ കൂട്ടായ്മയായ TVSRCയുടെ സെക്രട്ടറി ആയിട്ടുള്ള വൈസ്രുണത്ത് നാരായണൻ നമ്പൂതിരി, അദ്ദേഹം പൂജാപഠനം 1ാം ബാച്ചിലെ ഒരു പഠിതാവ് കൂടിയാണ്. അദ്ദേഹം ഇതിന് തുടക്കം കുറിക്കുകയാണ്. അതിനുശേഷം ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. അതിനുശേഷം വിളിക്കുന്ന ആൾക്കാർ പറയുക. എല്ലാവരും പറയണം 2 വാക്കെങ്കിലും. ഉദ്ദേശം നമ്മുടെ വൃക്ഷം ഇതാണ്, ഇത് നമ്മൾ നട്ടുപരിപാലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നെങ്കിലും എല്ലാവരും പറയണം. എല്ലാവർക്കും നമസ്കാരം. തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. എത്ര കണ്ട് ഇതിനെ പറ്റി അറിയുന്നെന്ന് അറിയില്ല. എന്താണെങ്കിലും നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ തപ്പിയെടുത്ത കുറച്ച് ഇൻഫർമേഷൻസ്, അത് ഇപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ടല്ലോ. ആ വാല്യൂ ഷെയർ ചെയ്യുക എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശമുള്ളൂ. ശ്രീരാമേട്ടൻ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും അറിയുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനോട് ഉദ്ദേശിക്കുകയാണ്. എൻ്റെ നാൾ അശ്വതിയാണ്. അതുകൊണ്ട് ഞാൻ അശ്വതി വൃക്ഷത്തിന്റെ ആയ കാഞ്ഞിരത്തിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. അശ്വതി നാളുകാരുടെ ജന്മ നക്ഷത്ര വൃക്ഷമാണ് കാഞ്ഞിരം. സ്ട്രൈക്നോസ് നക്സ്വെമിക്ക ലിനിൻ എന്നാണ് കാഞ്ഞിരത്തിന്റെ ശാസ്ത്രീയ നാമം. ഇംഗ്ലീഷിൽ പോയ്സൺ നട്രി, സ്നേക്ക് വുഡ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. സംസ്കൃതത്തിൽ വിഷദ്രുമ, വിഷമുഷ്ടി എന്നാണ് പറയപ്പെടുന്നത്. സാധാരണയായിട്ട് 2 തരം കാഞ്ഞിരങ്ങളാണ് കാണപ്പെടുന്നത്. ഒന്ന് മരക്കാഞ്ഞിരം, ഒന്ന് വള്ളിക്കാഞ്ഞിരം. ഇതിൽ മരക്കാഞ്ഞിരമാണ് നമ്മൾ നക്ഷത്ര വൃക്ഷമായി കണക്കാക്കുന്നത്. ഏകദേശം 20 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന നല്ല പച്ച ഇലകളാൽ മൂടിയതുമായ പച്ച നിറമാർന്ന വെള്ളപ്പൂക്കളോട് കൂടിയതുമാണ് കാഞ്ഞിരമരം. ഇതിന്റെ കായകൾ പഴുക്കുന്നതോടുകൂടി പച്ച നിറത്തിൽ നിന്ന് ഓറഞ്ച് നിറമായി മാറും. കായയിൽ 3 മുതൽ 4 വരെ പരന്ന വിത്തുകൾ ഉണ്ടാവും. ഈ വിത്തുകൾ നട്ടാണ് കാഞ്ഞിര തൈകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു വൃക്ഷമാണ് കാഞ്ഞിരം. ഇതിന്റെ തോല്, ഇല, കായകൾ, വേര് എന്നിവ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. വളരെയധികം കയ്പ് സ്വാദുള്ള ഇവ ശുദ്ധീകരിക്കാതെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതിന് ശുദ്ധീകരണത്തിന് ഉള്ള ക്രിയകളൊക്കെ നോർമൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ കയ്പുള്ള വിഷാംശമുള്ള കാഞ്ഞിരത്തിന്റെ കുരുവും ഒക്കെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ഗോമൂത്രത്തിലിട്ട് 7 ദിവസത്തെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആയുർവേദത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഈ ഈ കാഞ്ഞിരത്തിന്റെ ഈ കുരു
എക്സ്പോർട്ടായിട്ട് ഇപ്പോൾ കാര്യമായിട്ട് പോകുന്നുണ്ട്. അത് കാരണം ഇത് ഹോമിയോപ്പതി, അലോപ്പതി മരുന്നുകൾക്ക്, ഹോമിയോപ്പതിയിലൊക്കെ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ പേരിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെയധികം ഒരു എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കുരുവാണ് കാഞ്ഞിരത്തിന്റെ കുരു. ആയുർവേദത്തിൽ 4 or 5 കൂട്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാഞ്ഞിരത്തിന്റെ പല ഭാഗങ്ങളുമായിട്ട് ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് നമ്മൾ കാഞ്ഞിരം എന്ന് പറഞ്ഞ കയ്പുള്ള എന്തോരം വൃക്ഷം അടുത്തുള്ള കാഞ്ഞിരല്ലേ എന്ന് പറയും. അതിൽ നിന്ന് അതിൻ്റെതായ ഗുണം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് പലതും മനസ്സിലാവാത്തത്. അപ്പോൾ നമ്മളെ ചുറ്റുമുള്ള പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഓരോ വൃക്ഷങ്ങൾക്കും അതിൻ്റെതായ കുറേ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ മനസ്സിലാക്കുക, അതിനെ പരിപാലിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും കർത്തവ്യമാണ്. നമ്മുടെ ഭൂമി നമ്മൾ പണ്ട് കാലത്ത് പറയും അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രിസർവ് ചെയ്യാനെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്ന് പറയും. ഇതിപ്പോ അടുത്ത തലമുറയ്ക്കല്ല, അടുത്തൊരു 5-6 വർഷത്തിനകത്ത് തന്നെ നമ്മൾ ഏകദേശം വെള്ളമില്ലാത്ത ഒരു സ്ഥലമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് അത്യാവശ്യമാണ് നമുക്ക് ചുറ്റും വൃക്ഷങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ നക്ഷത്ര വൃക്ഷം തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും അഭിലഷണീയമാതാണ്. അപ്പൊ അതിനായി എല്ലാവരും ശ്രമിക്കുക, എല്ലാവരും കൂട്ടായ്മ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുക. കഴിയുന്ന സ്ഥലങ്ങളിൽ നക്ഷത്ര വൃക്ഷങ്ങൾ നമ്മൾ നടാനുള്ള ശ്രമങ്ങൾ നടത്തുക. അല്ലെങ്കിൽ ഇല്ലത്ത് അറ്റ്ലീസ്റ്റ് നമ്മുടെ നക്ഷത്രത്തിലുള്ള വൃക്ഷങ്ങളെയെങ്കിലും നടാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷം. പ്രസാദ് ചൊവ്വല്ലൂർ. നമസ്കാരം, ഞാൻ പ്രസാദ് ചൊവ്വല്ലൂർ, പൂജാഫലം ബാച്ച് 3 വിദ്യാർത്ഥിയാണ്. എന്റെ കേൾക്കുന്നില്ലേ? എന്റെ റേഞ്ച് ചെറിയൊരു വിഷയമുണ്ടോ സംശയമുണ്ട്. എന്റെ നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടത്തിന്റെ വൃക്ഷം പ്ലാവാണ്. പ്ലാവ് ഇന്നത്തെ കാലത്ത്, പ്ലാവ് സ്വതവേ അറിയാത്തവരാരും ഉണ്ടാവില്ല. എന്നാലും ഇന്നത്തെ കാലത്ത് ഈ അടുത്ത ഒരു 2-3 വർഷങ്ങളായിട്ട് വളരെയധികം പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ്. പണ്ട് കാലത്ത് നല്ല പ്രചാരത്തിൽ ഉള്ളതും എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. പൊതുവെ എല്ലാവരും നിത്യജീവിതത്തിൽ നിത്യേന ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പ്ലാവില. പണ്ട് കാലത്ത് എല്ലാവരും കഞ്ഞി കുടിക്കാനൊക്കെ പ്ലാവില കുത്തി കഞ്ഞി കുടിക്കുക എന്നൊരു സ്വഭാവം നല്ലൊരു ശതമാനം ജനങ്ങളും അതില് ദരിദ്രരെന്നോ പണക്കാരെന്നോ വ്യത്യാസമില്ലാതെ തന്നെ ചെയ്തുകൊണ്ട് ഇരുന്നിരുന്നൊരു ഇതാണ്, ഒരു പ്രവൃത്തിയാണ് പ്ലാവില കുത്തി കഞ്ഞി കുടിക്കുക എന്നുള്ളൊരു കാര്യം. അതുപോലെ പണ്ട് സാമ്പത്തിക വിഷമമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുവിധം എല്ലാവരുടെയും ഫലം പ്ലാവിൽ നിന്നും ലഭിക്കുന്ന ചക്കയും ചക്ക കൊണ്ടുള്ള പല വിഭവങ്ങളും, ചക്കക്കുരു കൊണ്ടുള്ള ഉപ്പേരി, അതുപോലെ ചകിരി, അതിന്റെ ചക്കച്ചുളയുടെ പുറത്ത് കാണുന്ന അതുകൊണ്ടുള്ള കൂട്ടാൻ, ഇങ്ങനെ പല വിധത്തിൽ ഉള്ള നമുക്ക് ഭക്ഷണ യോഗ്യമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് പോന്നിരുന്ന സാമ്പത്തികമായി ലാഭവും കുടുംബത്തിന് ലഭിക്കുന്ന തരത്തിലുണ്ടാകുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ വേറൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ പ്ലാവ് ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ പൊട്ടാസ്യം നൽകുന്ന ഒരു ഫലമാണ് ചക്ക, പ്ലാവിൽ നിന്നുണ്ടാകുന്ന ചക്ക. അത് ഇന്നത്തെ കാലത്ത് വളരെയധികം മെഡിസിനൽ വാല്യൂ, അലോപ്പതി മെഡിസിനിൽ വളരെയധികം വിലയുള്ള മൂല്യമായ ഒരു വസ്തുവാണ്. അതുകൊണ്ട് പലവധി മരുന്നുകൾ ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പ്ലാവിൽ നിന്നും ലഭിക്കുന്ന ചക്കക്കുരു ഇന്ന് വളരെയധികം ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് രീതിയിൽ തന്നെ വ്യാപകമായി നമ്മുടെ കേരളത്തിൽ തുടങ്ങിയിട്ടില്ല, കർണാടകത്തിലും അതുപോലെ തമിഴ്നാട്ടിലുമെല്ലാം കൃഷി ചെയ്ത് അതിന്റെ ചക്കക്കുരു പൊടിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കി എക്സ്പോർട്ട് ചെയ്യുന്നൊരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വളരെയധികം വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു വസ്തുവാണ് ചക്കക്കുരു. അത് ഒരു പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഷുഗറുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ന്യൂട്രീഷണൽ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലാണ് കൂടുതലും അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ പിന്നെ പ്ലാവിൽ പ്രകൃതിയിൽ നിന്നുള്ള പ്രകൃതിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ശീതോഷ്ണം തണുപ്പ് നിലനിർത്തി തരുന്ന ഒരു വൃക്ഷമാണ് പ്ലാവ്.
നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പ്ലാവിന്റെ ഇലയുടെ അഗ്രങ്ങളിൽ നിന്നും ജലത്തിന്റെ കണിക ഭൂമിയിലേക്ക് സാധാരണഗതിയിൽ വീഴും. ഒരു പ്ലാവിന് ചോട്ടിൽ നിന്നാൽ തന്നെ തണുപ്പുണ്ടാവും. സാധാരണ അങ്ങനെ ഇല ഒരു വൃക്ഷത്തിന്റെ ഇലയിൽ നിന്നും ജലത്തിന്റെ കണിക ഭൂമിയിലേക്ക് വീഴുന്ന തരത്തിലുള്ള വൃക്ഷങ്ങൾ വളരെയധികം വിരളമാണ്. നമുക്ക് കടൽ തീരത്ത് നിന്നാൽ ഉണ്ടാകുന്നൊരു അവസ്ഥ പോലെ ഹ്യൂമിഡിറ്റി നേച്ചർ എന്ന പോലെ നിലനിർത്തി തരുന്നതാണ് ഈ പ്ലാവിന്റെ ഇല നിന്ന് വീണ ജലം. അതുപോലെ തന്നെ നമ്മുടെ വൈദിക ചടങ്ങുകളായ ആയാൽ തന്നെ നമുക്ക് വാതിൽ പുറപ്പ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വാതിൽ പുറപ്പാട് എന്നൊരു ചടങ്ങുണ്ട്. അപ്പൊ ജനിച്ച കുട്ടിയെ പുറത്തു കൊണ്ടുപോയി ഒരു ഉത്തമ വൃക്ഷത്തിന്റെ ചുറ്റിലും വിളക്കുമായി പ്രദക്ഷിണം വച്ച് അകത്തേക്ക് കയറുന്ന ഒരു വസ്തുത. എന്നാൽ പ്രകൃതിയുമായി കുട്ടിക്ക് ഒരു പരിചയപ്പെടുത്തൽ എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് ഉത്തമ വൃക്ഷമായി സാധാരണ പരിഗണിക്കുന്നത് പ്ലാവിനെയാണ്. അതുകൂടാതെ ഒരു സംസ്കാര വേളയിൽ സാധാരണഗതിയിൽ നമ്മുടെ സഞ്ചയനം കഴിഞ്ഞാൽ ശേഖരിക്കുന്ന എല്ല് അതുപോലെ അങ്ങനെയുള്ള അവശിഷ്ടങ്ങളെല്ലാം ഒരു കലത്തിലാക്കി മൺകുടത്തിലാക്കി ഉത്തമ വൃക്ഷമായ പ്ലാവിൻ ചുവട്ടിൽ കുഴിച്ചു മൂടി എന്നുള്ളൊരു ഇതും ഉണ്ട്. ഇത് പണ്ടുകാലം മുതലേ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് പ്ലാവ് പൊതുവെ എല്ലാവർക്കും അറിയുന്നൊരു വസ്തുവാണ്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ നന്ദി സമാജത്തിൽ നമ്മൾ ഈ പരിപാടി തുടങ്ങിയ ശേഷം എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ ഒരു പ്ലാവെങ്കിലും, പല വൃക്ഷങ്ങളും ഞാൻ പല സ്ഥലത്തും നടാറുണ്ട്, പക്ഷെ നിർബന്ധമായും എൻ്റെ പുരയിടത്തിൽ ഒരു പ്ലാവെങ്കിലും നട്ട് വളർത്താറുണ്ട്. സാധാരണ ഇത് വളർത്താനുള്ള വിഷയമൊന്നുമില്ല. അത്യാവശ്യം സ്ഥലമുള്ള ആൾക്കാരൊക്കെ അനവധി ചക്ക കഴിച്ചു കഴിഞ്ഞാൽ കുരുട്ട എവിടെയെങ്കിലും പൊട്ടിമുളക്കും വളരും, അങ്ങനെയുള്ളൊരു വൃക്ഷമാണ്. എന്നിരുന്നാലും അതിനൊക്കെ ഉപരി നമ്മുടേതായ ശ്രദ്ധ വേനൽക്കാലത്തും ഒക്കെ നൽകിയും കൊണ്ട് അത് എല്ലാ വർഷവും ഒരു പ്ലാവ് എന്നുള്ള നിലയ്ക്ക് അത്യാവശ്യം സ്ഥലം ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അത് നട്ട് വളർത്തുന്ന രീതിയുണ്ട്. ഇപ്പൊ സ്ഥലമില്ലാത്തവർക്ക് ഇത് ബോൺസായി രൂപത്തിൽ വളർത്താവുന്നതാണ്. ഇത് മാത്രമല്ല, എല്ലാവരും അവരുടേതായ വൃക്ഷത്തൈകൾ സ്ഥലമുള്ളവർ സ്വന്തം സ്ഥലത്തിലോ അല്ലെങ്കിൽ വേറെ പൊതു സ്ഥലങ്ങളിലോ ഒക്കെ സ്വന്തം നാളുകളിലുള്ള വൃക്ഷങ്ങൾ നട്ടു വളർത്തുക. കഴിയുന്നതും അതിൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ വളരാൻ അതിനെ അനുവദിക്കുക. അല്ലാത്ത പക്ഷം ഈ ചെറിയ ബോൺസായി രൂപത്തിലൊക്കെ ആയിട്ട് വളർത്തിയാലും തെറ്റില്ല. അപ്പോ ഇതിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഈ ഒരു പ്രവൃത്തി നമ്മളോട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ പ്രകൃതിയോടും നമ്മൾ വരും തലമുറയോടും കൂടി ചെയ്യുന്ന ഒരു നല്ലൊരു ഉദ്യമമാണ് ഈ വൃക്ഷങ്ങൾ നട്ടു വളർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഈ ഒരു അവസരം തന്ന എല്ലാവർക്കും നന്ദി. പ്രത്യേക ശ്രീരാമൻ ഹരിയേട്ടനും നമ്മളെ ഉത്തരമേഖല അഖില കേരള സമാജം TVSRC നമ്മളെ ഗ്രൂപ്പ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം പ്രസാദ് ചുവല്ലൂർ. അടുത്തത് മനോജ് കുമാർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് കുമാർ, പൂജാപട്ടണം 4ാം ബാച്ച് വിദ്യാർത്ഥിയാണ്. എൻ്റെ നക്ഷത്രം മൂലമാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കൊടും ചൂടിലും നമ്മൾ മരങ്ങളെ കുറിച്ച് ഇനിയും അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് വരുന്ന ഈ സാധ്യതകൾ, അതായത് പല സ്ഥലത്തും ജലലഭ്യത വളരെ കുറഞ്ഞു വരുന്നു. ഇതെല്ലാം നമ്മൾ കണക്കാക്കുമ്പോൾ വനവൽക്കരണം വളരെ അത്യാവശ്യമാണ്. ഓരോരുത്തരും അവരവരുടെ നാളുകൾക്ക് പ്രിയപ്പെട്ട വൃക്ഷങ്ങളെങ്കിലും നട്ടുപിടിപ്പിച്ച് വർഷത്തിലൊരിക്കലെങ്കിലും ആ മരങ്ങളെ സംരക്ഷിക്കുക കൂടി ചെയ്താൽ കുറേയൊക്കെ നമ്മുടെ സന്തുലിതാവസ്ഥ പിടിച്ചു നിർത്താൻ പറ്റും. എൻ്റെ നക്ഷത്രത്തോട് ചേർന്ന് വരുന്ന അയന അഥവാ വെള്ള പൈൻ എന്ന മരമാണ്. ഇത് 10 മീറ്റർ മുതൽ 20 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന, സാധാരണയായി നല്ല ജലം ലഭ്യതയുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മലമ്പ്രദേശങ്ങളിലുമാണ് കൂടുതൽ വളരുന്നത്. എന്നിരുന്നാലും നാട്ടുംപുറങ്ങളിലും നട്ടു വളർത്താവുന്നതാണ്. ഇതിൻ്റെ കറ അഥവാ ഇത് കുന്തിരിക്കം ചില ദൈവികമായിട്ടുള്ള പല ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. അത് വളരെ അണുനാശിനിയാണ്. ബുദ്ധമതക്കാരും ചില ക്രിസ്ത്യൻ വിഭാഗക്കാരും ഒക്കെ ഇത് വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ കുരുക്കൾ നട്ടു വളർത്താനായിട്ട് ബുദ്ധിമുട്ടില്ല, പക്ഷെ അതിൻ്റെ വേനൽക്കാലത്ത് ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പരിചരിച്ചാൽ അത് ബുദ്ധിമുട്ടില്ലാതെ നട്ടു വളർത്തിയെടുക്കാവുന്നതാണ്. ഇത് അതായത് ഭൂമിയിൽ വളരുന്ന ഈ ജീവജാലങ്ങൾക്ക് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. ഇത് വലിയ മരമാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ധർമ്മം, അതായത് ഒരുപാട് ഏരിയ ഇതിന് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലുള്ളവർക്കും അല്ലെങ്കിൽ ചെറിയ മരങ്ങൾക്ക് അതിനെല്ലാം
ഇതൊരു തണൽ കൂടി നൽകുന്നു. ഇതിന് ആവശ്യത്തിന് ജലലഭ്യത ഉറപ്പാക്കുകയും കൂടാതെ അതിൻ്റെ പക്ഷി മൃഗാദികൾക്കും കൂടെ അതിൽ വസിക്കാനുള്ള ഒരു സൗകര്യങ്ങളോട് നമ്മൾ ചെയ്തു കൊടുത്താൽ നമ്മുടെ ഈ ജീവജാലങ്ങൾക്കെല്ലാം കാലാകാലങ്ങളോടെ ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകാം. ഇനിയും നമ്മൾ ഈ വൃക്ഷങ്ങളെ നട്ടുവളർത്തുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷം. ഭാനുപ്രകാശൻ. എല്ലാവർക്കും നമസ്കാരം. മരത്തിന്റെ ആവശ്യകത, അതായത് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു എന്താ പറയാ ഒരു വെല്ലുവിളി തന്നെയാണ് ഈ മരങ്ങൾ നശിപ്പിക്കപ്പെടുന്നതെന്നൊക്കെ. അപ്പൊ അതിനെ ഈ കൊല്ലങ്ങളിൽ എല്ലാ കൊല്ലവും അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ വീട്ടിൽ നമ്മളെ പറ്റുന്നിടത്തിലൊക്കെ അത്യാവശ്യം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് പ്രകൃതിയുടെ ആ ഒരു സന്തുലിതാവസ്ഥയെ നമ്മൾ പരിപോഷിപ്പിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. എല്ലാവരും അത് ശ്രദ്ധിക്കാൻ വിചാരിക്കും. ഇപ്പോ എൻ്റെ നക്ഷത്രം വന്നിട്ട് ചതയാണ്. ചതയ നക്ഷത്രത്തിന്റെ വൃക്ഷം എന്ന് പറഞ്ഞത് കടമ്പാണ്. കദംബ എന്ന് പറയുന്നത്. ചിലത് ആറ്റുതേക്ക് എന്നും കൂടി ഇതിന് പറയുന്നുണ്ട്. ആറ്റുതേക്ക് എനിക്ക് തോന്നുന്നു ആറ്റിൻകരയിൽ വളരുന്നതിലാവണം ഈ പേര് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഒരു ഔഷധ സസ്യം കൂടിയാണ്. കേരളത്തിൽ പൊതുവെ ഇത് അത്ര കണ്ടുവരുന്നില്ല. എങ്കിലും ഇന്ത്യയിലെ ആസാം, ബംഗാളൊക്കെ ഉണ്ട്. ഇത് ആസാം, ബംഗാള്, ആന്ധ്രാപ്രദേശ് ഒക്കെ അങ്ങനെ കാണുന്നുണ്ട്. ഇതൊരു ഔഷധ സസ്യം കൂടിയാണ്. ഇത് ചുമാവനി, അൾസറൊക്കെ മാറ്റാൻ ഇതിന്റെ കൂട്ടുപയോഗിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ജ്യോതിഷത്തിലെ ജനനസമയത്ത് നമുക്ക് ഒരു നക്ഷത്രത്തിന്റെ ഒരു വൃക്ഷം നടുകയാണെങ്കിൽ അതിന് നമുക്ക് ഉണ്ടായിരുന്ന ശാരീരികമായ രോഗം, വിഷാദമൊക്കെ മാറിക്കിട്ടുമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും പൂർവികർ വൃക്ഷങ്ങളെ ഒരു ദേവതുല്യമായി ആരാധിച്ചു പോകുന്നത്. എന്നിരുന്നാലും വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല ഇതിനെ പറ്റിയിട്ട്. അത്രയേ ഇതിനുള്ള അവൈലബിൾ ആയിട്ടുള്ള എനിക്കുള്ള ഇൻഫർമേഷൻ ഉള്ളൂ. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. അനന്ത് നീലകണ്ഠൻ. ശ്രീരാമേട്ട, എൻ്റെ പേര് അനന്ത് നീലകണ്ഠൻ. എൻ്റെ നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടത്തിലെ വൃക്ഷം പ്ലാവാണ്. പ്ലാവ് ഒരു കഠിന മരമാണ്. പ്ലാവിലാണ് ചക്ക എന്ന ഫലം ഉണ്ടാകുന്നത്. മരങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങളിൽ ഏറ്റവും വലുത് ചക്കയാണ്. പ്ലാവിന്റെ ഇല നമ്മൾ കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്നു. ശ്രീരാമേട്ട, എനിക്ക് ഇത്രേ അറിയുള്ളൂ. വളരെ സന്തോഷം അനന്ത്. നന്ദി, നമസ്കാരം. ഈശ്വരൻ നമ്പൂതിരി. ഈശ്വരേട്ടൻ, 2 വാക്ക്. ശ്രീരാമേട്ട നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രത്തിന്റെ മരം നെല്ലിമരമാണ്. നെല്ലിമരത്തെ കുറിച്ച് എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ ശ്രീരാമേട്ട? നെല്ലിമരത്തെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. നെല്ലിമരം ദൈവികമായിട്ടും അതേപോലെ തന്നെ ഔഷധപരമായിട്ടും ഒക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നെല്ലിക്ക ഒരു സിദ്ധ ഔഷധമായി കണക്കാക്കുന്നുണ്ട്. ആയുർവേദത്തിൽ ഉൾപ്പെടെ പല മരുന്നുകൾക്കും നെല്ലിക്ക ഒരു ചേരുവയാണ്. പുരാണങ്ങളിൽ പോലും നെല്ലിക്കയെ സംബന്ധിച്ച് ഐതിഹ്യമുണ്ട്. നെല്ലിമരത്തിന്റെ ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ മഹാവിഷ്ണുവും ശാഖകളിൽ പരമേശ്വരന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയപ്പെടുന്നു. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇനി ഹരിയേട്ടൻ വരുന്ന സമയത്ത് ക്ലിയർ ആക്കുമായിരിക്കും. പാലാഴി മദനത്തിൽ വരെ നെല്ലിക്കയെ കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് ഭൂമിയിൽ പതിച്ച അമൃതിന്റെ തുള്ളികളാണ് നെല്ലിക്കയായി മാറിയെന്നുള്ള ഒരു ഐതിഹ്യം കേട്ടിട്ടുണ്ട്. എവിടെയോ ഒരു വായിച്ചൊരു ഓർമ്മയുണ്ട്. അതുപോലെ നെല്ലിക്കയും നെല്ലിമരവും ഭാഗ്യം പ്രദാനം ചെയ്യുന്ന പവിത്രമായ ഒരു വൃക്ഷമായി കരുതുന്നുണ്ട്. പിന്നെ നമ്മൾ ആദിശങ്കരാചാര്യർ ധർമാപേക്ഷിച്ച് ചെന്നപ്പോൾ ദരിദ്രയായ വീട്ടമ്മ ആകെ ഉണ്ടായിരുന്ന നെല്ലിക്ക നൽകിയെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ആ വീട്ടിലെ ദാരിദ്ര്യം മനസ്സിലാക്കി സ്വാമി ആ നിമിഷം തന്നെ, നമ്മളെ ശങ്കരാചാര്യ സ്വാമികള് ആ നിമിഷം തന്നെ മനനം ചെയ്ത് കനകധാര സ്തോത്രം ജപിക്കുകയും അതിൽ സംതൃപ്തിയായ മഹാലക്ഷ്മി ദേവി
അനുഗ്രഹത്തിൽ സ്വർണ്ണ നെല്ലിക്ക വർഷിക്കുമെന്ന് നമ്മൾക്കൊക്കെ തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. സമ്പത്തിന്റെ ഐശ്വര്യത്തിന്റെയും മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഉത്സവവും ഫലവും നെല്ലിമരമാണെന്ന് നമ്മൾ എല്ലാവരും തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. ശരിക്കും നെല്ലിമരത്തെ ശരിയായി പരിപാലിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും അകന്നു നിൽക്കുമെന്ന് പറയപ്പെടുന്നു. ഇത്രയാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നെല്ലിമരത്തെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് പറയാനുണ്ടോ? അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഇത്രയാണ്. അത് മാത്രമല്ല, നെല്ലിമരത്തിനെ കുറിച്ച് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് വളരെ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ, ഇതിന്റെ ദൈവികപരമായിട്ടുള്ള പ്രത്യേകതകൾ ഒക്കെ തന്നെ, അത് വാസ്തുപരമായിട്ട് ഇതിന് പ്രത്യേകതകളുണ്ട്. അതുകൂടാതെ മുമ്പ് നമ്മളെ കിണറൊക്കെ അടിയിൽ കെട്ടുവാനൊക്കെ ഉപയോഗിച്ചിരുന്നത് നെല്ലിമരമാണ്. എല്ലാ രീതിയിൽ നോക്കുകയാണെങ്കിലും വളരെ പ്രാധാന്യമുള്ള മരമാണ്. ഓരോ വീട്ടിലും, ഓരോ ഇല്ലങ്ങളിലും, ഓരോ ഭവനങ്ങളിലും ഈ നെല്ലിമരം നട്ടു വളർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും പറയുന്നു. ഇതിന് അവസരം നൽകിയതിന് നന്ദി പറഞ്ഞു പ്രകാശിപ്പിച്ചുള്ളൂ. നമസ്തേ. വളരെ സന്തോഷം. ഹരിനാരായണൻ. നമസ്കാരം, ശ്രീരാമേട്ട. ഞാൻ 8ാം ബാച്ച് പഠിതാവാണ്. എൻ്റെ പേര് ഹരിനാരായണൻ. എൻ്റെ നക്ഷത്രവൃക്ഷം തിരുവാതിരയാണ്. നക്ഷത്രം തിരുവാതിരയാണ്. കരിമരമാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ മരമായിട്ട് കണക്കാക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷിലുള്ള പേര് എബണി എന്നാണ്. സിലോൺ എബണി എന്നും പറയും. ശാസ്ത്രീയ നാമം ഡിസ്പോറോസ് എബനം എന്നാണ്. കുടുംബം എബനേസ്യ. നല്ല കറുപ്പ് നിറമുള്ള തടിയാണ് കരിമരം അഥവാ കരിന്താളി. ഏഷ്യയുടെ കിഴക്കൻ മേഖലകളിലും ശ്രീലങ്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിലും കാണുന്നു. മുസ്തംബി, എബണി, കരിന്താളി എന്നിവയാണ് അതിന്റെ മറ്റു പേരുകൾ. ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെ തെക്കൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. നിറയെ കുത്തുള്ള ഇതിന്റെ ഇലകൾക്ക് 15 സെന്റിമീറ്റർ വരെ നീളവും 6 സെന്റിമീറ്റർ വീതിയുമുണ്ട്. ശാഖയിൽ ഒന്നിലൊട്ട് നിൽക്കുന്ന ഇല കുന്തത്തിന്റെ ആകൃതിയിലുള്ളതാണ്. പൂക്കാലത്തിന് കൃത്യമായ സമയമില്ല. പൂവിന് പച്ച കിളർന്ന മഞ്ഞ നിറമാണ് ഉള്ളത്. മെല്ലെ വളരുന്ന വൃക്ഷമാണ് ഇത്. ഇതിന്റെ തടി കറുപ്പ് കളറാണെന്ന് മുന്നേ പറഞ്ഞല്ലോ. പ്രധാനമായും ഉപയോഗിക്കുന്നത് സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും കൗതുക വസ്തുക്കൾ, അതുപോലെ ചെസ് ബോർഡ്, ചെയർ തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള മരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. 20 മീറ്റർ വരെ ഉയരം വയ്ക്കുന്നതാണ് ഇത്. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മരമാണ്. ഇത് വേനൽക്കാലങ്ങളിൽ 7 ഡിഗ്രി വരെ ചൂട് കുറയ്ക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ചൂടുകാലത്ത് ഈ മരം മനുഷ്യന് വളരെ ഉപയോഗമുള്ളതായിട്ട് മാറുന്നു. അതുപോലെ തന്നെ നമ്മളെ തറയിൽ അത് തടി അറുത്തെടുത്ത് വിരിച്ച് തറയോടിന് പകരമായിട്ട് പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ ഇതിന് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു മരമാണ്. ചികിത്സക്കായിട്ട് ഇത് ധാരാളമായിട്ട് എടുക്കുന്നുണ്ട്. വേരിന്റെ തൊലിയിട്ട വെന്ത വെള്ളം കുടിക്കുന്നതും ധാര കോരുന്നതും നീർക്കെട്ട് ശമിക്കുന്നു. അതുപോലെ ഇതിന്റെ ഇലയും തൊട്ടാവാടി ഇലയും സമം ഇടിച്ചു പിഴിഞ്ഞ് കഴിക്കുന്നത് രക്തസ്രാവം കുറയ്ക്കുന്നു. അതുപോലെ ഇതിന്റെ ഇലയും വെളുത്തുള്ളിയും ഇടിച്ച് ഗുളികയാക്കിയിട്ട് അജീർണം, ഗ്യാസ് എന്നിവ ശമിപ്പിക്കുന്നു. അതുപോലെ ഉണങ്ങിയ പൂക്കൾ ത്വക്ക് രോഗം, സോറിയാസിസ് എന്നിവയ്ക്ക് ചികിത്സ ആയിട്ട് ഉപയോഗിക്കുന്നു. ഉണങ്ങിയ പൂവുകൾ, തൊലി എന്നിവ സന്ധിവാത ചികിത്സയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ ഇതിന്റെ മരത്തിന്റെ പുറം വളരെ മിനുസമുള്ളതാണ്. ഇതിന്റെ കറ ചുവപ്പ്, കറുപ്പ് എന്നിവയോടുകൂടിയാണ് ഉണ്ടാവുക. കറ നീർക്കെട്ട് മാറ്റാനും കരൾ രോഗത്തിനും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതാണ് ഇത്. അതുപോലെ ഇതിന്റെ കറുപ്പ് കളറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയും ബന്ധപ്പെട്ടായിട്ട് കാണാൻ കഴിയും. അതായത് രാമായണവുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത്. അത് കറുപ്പ് നിറം ലഭിച്ചത് ലങ്കാദഹനം കഴിഞ്ഞ് ഹനുമാൻ ശരീരത്തിൽ മുഴുവൻ കരി പുരണ്ടപ്പോൾ, ലങ്കയിൽ ആ കാലത്ത് ധാരാളമായിട്ടുള്ള മരമായിരുന്നു ഈ കരിമരം. അപ്പോൾ അതിന്റെ കളറ് ആ കരി ദേഹത്ത്
ഹനുമാൻ തേച്ചതോടുകൂടി അതിന് കറുപ്പ് കളർ വന്നു എന്നൊരു കഥ ആയിട്ട് കണ്ടു നോക്കിയപ്പോ. ഏതായാലും ഈ കരിമരം വംശനാശ ഭീഷണി നേരിടുന്നത് മാത്രമല്ല, എല്ലാ നക്ഷത്രക്കാരും എല്ലാ സ്ഥലങ്ങളിലും നട്ടത് വളരെ നല്ല ഒരു മരമാണ്. കാരണം ആ മരത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ആന, അതായത് കറുത്ത കളറുള്ള ആനയോട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മരമാണ് അതിന്റെ രൂപഭംഗിയിൽ നിന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല ഈ മരം നമ്മുടെ നാട്ടിൽ വളരെ ഞാൻ ചെറിയ മരമായിട്ടേ കണ്ടിട്ടുള്ളൂ, വലിയ മരമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ നക്ഷത്രവൃക്ഷമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനത് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഇനി അത് നട്ടുപിടിപ്പിക്കാനൊക്കെ ശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ തൈകളൊക്കെ ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട്, കണ്ടു ഗൂഗിളൊക്കെ നോക്കിയപ്പോ. അപ്പൊ നമുക്കത് കൂടുതലായിട്ട് ലഭ്യമായുള്ള സംവിധാനം നമ്മളെ തന്ത്രി സമാജത്തിന്റെ വഴിയും അതേപോലത്തെ ഈ ഇതൊക്കെ വഴി TVS കിട്ടുകയാണെങ്കിൽ അത് ഉപകാരമായിട്ട് മാറും. അപ്പൊ ഞാനത് കൂടുതലായിട്ട് നട്ട് പിടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ്. എന്റെ നക്ഷത്രവൃക്ഷമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനത് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അപ്പോ ഇതിനവസരം തന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. നമുക്ക് ഇതേ രീതിയിൽ തന്നെ തുടരാം. നമുക്ക് ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനിത് കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഹരിനാരായണൻ ഒരുപാട് പുതിയ വിവരങ്ങൾ എനിക്ക് ഇതിൽ തന്നിട്ടുണ്ട്. അടുത്തത് KP സുരേന്ദ്രൻ. നമസ്കാരം. എൻ്റെ പേര് സുരേന്ദ്രൻ KP എന്നാണ്. 7ാം ബാച്ചിലെ പഠിതാവാണ്. എൻ്റെ നക്ഷത്രം ഉത്രമാണ്. ഈ ഉത്രത്തിന്റെ നക്ഷത്ര വൃക്ഷം ഇത്തിയാണ്. ഇത്തിക്ക് ഉദുംബര പ്ലക്ഷ എന്നും സംസ്കൃതത്തിൽ പറയാറുണ്ട്. ഇത് സാധാരണ ഔഷധമായിട്ട് വളരെ ഉപയോഗങ്ങളും ആയുർവേദത്തിൽ വളരെ ഉപയോഗിക്കുന്നുണ്ട്. നാൽപ്പാമരം എന്നത് ഇത്തിയോടുകൂടിയുള്ള അത്തി, പേരാൽ, അരയാൽ, ഇങ്ങനെ 4 ഇത്തി, അത്തി, പേരാൽ, അരയാൽ, ഇങ്ങനെ 4 ചേരുന്നതാണ് ഈ നാൽപ്പാമരം. അതുകൂടാതെ പഞ്ചവൽക്കത്തിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് പ്രമേഹ രോഗികളിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും, അർശസ്, കഫപിത്ത രോഗങ്ങള്, കുഷ്ഠം, ഇങ്ങനെയൊക്കെ ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. വീടിന്റെ വടക്ക് ഭാഗത്താണ് ഇത് സാധാരണ നടുന്നതെന്നാണ് അറിയുന്നത്. ഇത് ബോൺഷായി ആയിട്ടും നടാറുണ്ടെന്ന് കേട്ടു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. മുരളീകൃഷ്ണൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 7ാം ബാച്ചിലെ പഠിതാവാണ്. പേര് മുരളീകൃഷ്ണൻ. എൻ്റെ നക്ഷത്രം ധനിഷ്ഠമാണ്, അവിട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ വൃക്ഷമായിട്ട് കാണുന്നത് വന്നിയാണ്. സത്യം പറയാമല്ലോ, ഞാൻ ഈ മരം കണ്ടിട്ടില്ല. റെഫറൻസിൻ്റെ ഒക്കെ കിട്ടുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഈ മരം മുള്ളുകളുള്ള മരമാണെന്നും മരുഭൂമിയായിട്ടുള്ള രാജസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഒരുപാട് വളരുന്നതാണെന്നും ഒരു 5-10 മീറ്റർ വരെ ഉയരം വരുന്നതാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഇലയൊക്കെ ഈ പുളിയുടെ ഇല പോലെ ഇരിക്കുന്നതാണ് പടങ്ങളിൽ നിന്ന് കണ്ടത്. പിന്നെ UAE-യുടെ ദേശീയ വൃക്ഷമാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇതിന് യമി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നുണ്ട്. അതിലൊന്നാണ് ഈ വെള്ളം ഭൂമിയിൽ പിടിച്ചു നിർത്താനായിട്ടുള്ളൊരു ശക്തിയുണ്ട്. നൈട്രജന്റെ പ്രൊഡക്ഷൻ എന്നൊക്കെയാണ് കാണുന്നത്. എല്ലാ മരങ്ങൾക്കുണ്ടാവും. ഔഷധങ്ങളുടെ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഔഷധങ്ങളല്ലാത്തൊരു സസ്യം ഭൂമിയിൽ ഇല്ല എന്നാണല്ലോ ആയുർവേദം പറയുന്നത്. അപ്പൊ ആ ഭാഗത്തേക്ക് നമുക്ക് കടക്കുന്നതല്ല. എല്ലാ മരങ്ങൾക്കും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഉപകാരപ്രദമാണ്, ഔഷധങ്ങളായിട്ടും അല്ലാതെയും ഒക്കെ. ഈ വൃക്ഷം ഞാൻ കണ്ടിട്ടില്ല, ഇനിയിപ്പോൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അത് വരുത്തി തരാനുള്ള സംവിധാനമൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷം. UAE-യുടെ ദേശീയ വൃക്ഷമാണെന്ന് ഇപ്പം മുരളീകൃഷ്ണൻ പറഞ്ഞു. അത് ഒരു അറിവ് കൂടിയാണ്. കൊയിലൂർ മനോജ്. ശരിയാട്ടെ, ഞാനൊന്ന് പെട്ടെന്ന് ഞാൻ എൻ്റെ വൃക്ഷത്തിൻ്റെ ഒന്ന് പറയട്ടെ. ഞാനൊരു എല്ലാവർക്കും നമസ്കാരം. ഞാൻ മകൻ നക്ഷത്രക്കാരനാണ്. അപ്പോൾ പേരാലാണ് ഇതിന്റെ വൃക്ഷമായിട്ട് വരുന്നത്. നാൽപ്പാമരങ്ങൾ, അതായത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന നാൽപ്പാമരങ്ങളിൽ പേരാലിന് പ്രത്യേക സ്ഥാനമാണുള്ളത്. അപ്പോൾ ഈ പേരാലും അരയാലും തമ്മിൽ പലർക്കും മാറിപ്പോവാറുണ്ട്. അപ്പോൾ ഇതിന് ഈ കൂടുതൽ ഈ ജലത്തെ ശേഖരിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. കാരണം കൂടുതൽ പാലുള്ള പാലുള്ള വൃക്ഷങ്ങൾ എന്നതിലാണ് നാൽപ്പാമരം നല്ല പേര് വരാൻ കാരണം. ഈ പാലുള്ള വൃക്ഷത്തിലാണ് ഏറ്റവും കൂടുതൽ ജലം സംരക്ഷിച്ച് നിർത്താൻ കൂടി സാധിക്കുന്നത്.
അപ്പോൾ ഈ 40 മരങ്ങൾ ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റിന് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ സംരക്ഷിക്കേണ്ടത് ശാസ്ത്രീയമായിട്ട്, അതായത് ശാസ്ത്രത്തിന് കൂടി ആവശ്യമായ ഒന്നാണ് ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഒരു കലശത്തിന്റെ ഇതിലാണ് ഉള്ളത്. അപ്പോൾ എനിക്കില്ലേ ഈ പൂജ ഒന്നും ഒഴിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സന്തോഷം. ഹരിനാരായണൻ AG. പൊയിലൂർ മനോജ് പറഞ്ഞോളൂ. പൊയിലൂർ മനോജ്. ഞാൻ എൻ്റെ നക്ഷത്രം രേവതിയാണ്. രേവതിക്ക് ഇരിപ്പ എന്ന് നാട്ടിലിപ്പ എന്നൊക്കെ പേരുള്ളതാണ്. അത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വൃക്ഷമാണ്. ഇപ്പൊ അടുത്ത ഏതൊരു അമ്പലത്തില് 1000 വർഷം പഴക്കമുള്ള ഇലിപ്പ മരം കണ്ടുപിടിച്ചു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ധാരാളം ശാഖകൾ ഉള്ളതുമാണ്. തടി നല്ല ചുവപ്പ് നിറമാണ്. ഇളം മഞ്ഞ നിറത്തിലുള്ള പൂവുകൾക്ക് നല്ല മധുരം ഉണ്ടാകും. പിന്നെ തൊലി, പുഷ്പം, ഇല എല്ലാം ആ വൃക്ഷത്തിന് എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതാണ്. ഇതിന് സംസ്കൃതത്തില് മധുസ്രവ, വാദപ്രസ്ഥം, തീക്ഷ്ണസാര എന്നെല്ലാം പറയും. ഇന്ത്യയിലും മ്യാൻമാറിലുമാണ് കൂടുതലുള്ളത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലാണ് ഉള്ളത്. മഹുവ എന്നും പറയും ഹിന്ദിയില്. കേരളത്തിൽ ഇത് നദീതീരങ്ങളിലാണ് ഉള്ളത്. അഷ്ടാംഗ ഹൃദയത്തിൽ 4 തരം ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണ നമ്മുടെ സാധാരണ തേങ്ങയിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണയെ പോലെ തന്നെ ഉപയോഗയോഗ്യമാണ്. പിന്നെ ഇതിന്ന് പിണ്ണാക്കെടുക്കും. തൊലി ചൊറിച്ചിലിന് അരച്ച് ചേർത്ത് ചൊറിച്ചിലുണ്ടാവുന്നതിന് ഇല്ലാതാക്കുന്നതിനും പറ്റുന്നതാണ്. ഏകദേശം 15 മീറ്ററോളം ഉയരം ഉണ്ടാവും. പടർന്ന് പന്തലിക്കും. ഇതിന്റെ ഇംഗ്ലീഷ് പേര് ഇന്ത്യൻ ബട്ടർ ട്രീ എന്നാണ്. പിന്നെ ഇത് എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ്. ഇത് അധികം കേട്ടിട്ടില്ലാത്തതാണ്. ഞാൻ തിരുവല്ലാമല അമ്പലത്തിൽ പോയിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. വളരെ കുറച്ചേ കാണാറുള്ളൂ. ഇത്രയും പറയാം. സന്തോഷം. ഹരിനാരായണൻ AG. ഹിതേഷ് പത്തീൽ. ശ്രീരാമേട്ടാ നമസ്കാരം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാന് പ്രിപ്പയർ ചെയ്തിട്ടില്ല. എന്റെ വൃക്ഷം, ഞാൻ പൂരം നാളുകാരനാണ്. എന്റെ വൃക്ഷം പ്ലാഷ് ആണ്. പ്ലാഷിനെ പറ്റി പറയുമ്പോ വളരെ ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ഉള്ളതാണ്. നമ്മുടെ നമ്മുടെ എല്ലാവിധ ക്രിയകൾക്കൊക്കെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു വൃക്ഷമാണ് പ്ലാഷ്. കൂടുതലൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ശരി, നമസ്കാരം. ആയിക്കോട്ടെ, സന്തോഷം. ഗിരീഷ് നമ്പൂതിരി. ചേട്ടാ നമസ്കാരം. ഞാനും എൻ്റെ വൃക്ഷം മൂലമാണ് എൻ്റെ നക്ഷത്രം. ഞാൻ പൈൻ ആണ് എൻ്റെ വൃക്ഷം. അതേ പറ്റിയിട്ട് എനിക്ക് നമ്മുടെ പ്രദേശത്ത് വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ നട്ടുപിടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ തയ്യൊന്നും കിട്ടിയിട്ടില്ല, തിരക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പരിമിതമായ അറിവേ ഉള്ളൂ. ഞാൻ കൂടുതൽ അറിവുകൾ നേടാൻ വേണ്ടി ശ്രമം നടത്തിക്കൊള്ളാം. മധു നമ്പത്ത്. ശ്രീരാമേട്ട, ഞാന് അവിട്ടം നക്ഷത്രക്കാരനാണ്. വന്യാണ് എൻ്റെ വൃക്ഷം. പക്ഷെ മുരളിയേട്ടപ്പം അതിനെ കുറിച്ചിട്ട് പറയലുണ്ടായി. കൂടുതലായിട്ട് നമ്മുടെ ചില ചടങ്ങുകൾക്കും കുറച്ച് ആണല്ലോ. ഇപ്പൊ നമ്മുടെ എന്തിനാണ് ഉപനയനത്തിന്റെ ചടങ്ങുകൾക്കൊക്കെ അത് കണ്ടിട്ടുണ്ട്. വളരെ റെയറായിട്ടാണ് അത് ഇന്ന് കാണാറുള്ളത്. കുറെ അലഞ്ഞിട്ടാണ് നമുക്കത് കിട്ടാറുള്ളത്. അത്രയൊക്കെയാണ് എനിക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവുള്ളത്. ആയിക്കോട്ടെ. മഹേഷ് കുമാർ. എല്ലാവർക്കും നമസ്തേ. ഒരു നക്ഷത്ര വൃക്ഷം പദ്ധതി അതിനെ മുൻകൈ എടുത്ത ശ്രീരാമേട്ടനും അതുപോലെ തന്നെ TVSRC തൊണ്ടർ സമാജം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് മഹേഷ്. നക്ഷത്രം വിശാഖമാണ്. വിശാഖത്തിന്റെ നക്ഷത്ര മരം എന്ന് പറയുന്ന വയ്യങ്കരയാണ്. ഇതിന്റെ ശാസ്ത്രീയ നാമം ഫ്ലക്കോഷ്യ മൊണ്ടാന എന്ന് പറഞ്ഞിട്ടാണ് ശാസ്ത്രീയ നാമം വരുന്നത്. അതുപോലെ തന്നെ സംസ്കൃത നാമം വരുന്നത് വ്യാഘ്രപാത ഹിമക കകാര എന്ന് പറയും.
ഇതിന്റെ ഇംഗ്ലീഷ് പേര് ഗവർണേഴ്സ് പ്ലം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ഒരു 8 മീറ്ററിലധികം ഉയരം വരുന്ന ഈ മരം പ്രധാനമായിട്ടും അതിന്റെ തടിയിൽ മുള്ളുകളോട് കൂടിയിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഇലയിൽ മുട്ടയിടുന്ന ശലഭങ്ങൾ വയ്യങ്കതൻ, പുലിത്തെയ്യൻ എന്നീ ശലഭങ്ങളാണ് അതിന്റെ ഇലയിൽ മുട്ടയിടുന്ന ശലഭങ്ങൾ. ഒരു സ്വദേശി വൃക്ഷം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ത്യയിൽ പ്രധാനമായിട്ട് പശ്ചിമഘട്ടത്തിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത് കാണാറുണ്ട്. ഇതിന്റെ മറ്റു പേരുകൾ വരുന്നത് ചളിര്, ചളിർപ്പഴം, ചരൽ മരം, ചരൽപ്പഴം, കാട്ടുലോലിക്ക, മുറിപ്പച്ച, പൈനെല്ലിക്ക, ഇങ്ങനെയാണ് മറ്റു നാമങ്ങൾ വരുന്നത്. നമ്മൾ ലോലിക്ക എന്നൊക്കെ പറയാറുണ്ട്, അതിന്റെ ഒരു ചെറിയ രീതിയിലൊക്കെ പറയാറുണ്ട്. പുരാണങ്ങളിൽ ഇതൊരു പവിത്ര വൃക്ഷമായിട്ടാണ് കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും ഹോമങ്ങൾക്കും യാഗങ്ങൾക്കും ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കപ്പെടുന്നു. ഇതിന്റെ ഒരു ലഭ്യത കുറവുള്ളത് കൊണ്ട് നമ്മൾ പ്ലാവിന്റെ വർഗ്ഗമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ യാഗത്തിന്റെയൊക്കെ അഗ്നിയിലേക്ക് നെയ്യ് പകരാനായിട്ട്, ജുഹുസ്രുവം എന്നിവ ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ തടികൾ അല്ലെങ്കിൽ കമ്പുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. മഞ്ഞുകാലത്താണ് ഇതിന്റെ പൂക്കാലം എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും അർബുദ ചികിത്സയ്ക്കാണ് ഇതിന്റെ തൊലി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് ഈ മരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ ഗുണം എന്ന് പറയുന്നത് ഈ അർബുദ ചികിത്സയ്ക്കുള്ള ഒരു ഇതായിട്ടാണ് കാണുന്നത്, മരുന്നായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ശ്വാസം മുട്ടല്, കഫക്കെട്ട്, ത്വക്ക് രോഗങ്ങള്, ഡയബറ്റിസ് എന്നിവയ്ക്കും ഈ മരത്തിന്റെ ഭാഗങ്ങൾ, അതായത് തൊലി ഉണക്കി പൊടിച്ച് ഒക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം മഹേഷ് കുമാർ. പ്രകാശ് വി. രാജേഷ് എം ജി. നമസ്കാരം. എൻ്റെ പേര് രാജേഷ് എം ജി എന്നാണ്. ഞാൻ 4ാം ബാച്ചിലെ പഠിതാവാണ്. എൻ്റെ നാള് പൂരാടമാണ്. എൻ്റെ മരം അശോക മരമാണ്. അശോക മരത്തിന്റെ ഔഷധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രാചീന രേഖ BBC 10ാം നൂറ്റാണ്ടിൽ രചിച്ചതാണെന്ന് വിശ്വസിക്കുന്നു. ചരക സംഹിതയിലാണ് ആയുർവേദ ഔഷധത്തെ കുറിച്ച് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇതിന്റെ അശോകവൃക്ഷത്തിൽ സ്ത്രീകളും സ്ത്രീ രോഗങ്ങളുമായുള്ള ബന്ധം വെളിവാക്കപ്പെടുന്നു. സ്ത്രീകളുടെ പാദസ്പർശം മൂലം അശോകം പുഷ്പിക്കുമെന്ന് വൃക്ഷ ആയുർവേദത്തിൽ പറയുന്നു. പത്മപുരാണത്തിലും മത്സ്യപുരാണത്തിലും ഈ അശോകമരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പ്രേമദേവനായ മദന്റെ വില്ലിലെ 5 പുഷ്പങ്ങളിൽ ഒന്ന് അശോക പുഷ്പമാണ്. ശക്തി ആരാധനയിൽ ദുർഗാപൂജ നടത്തുന്നവർ 9 തരം ഇലകൾ ഉപയോഗിക്കുന്നതിൽ ഒന്ന് അശോകമരമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏതായിരുന്നു നക്ഷത്രം? ഏതായിരുന്നു രാജേഷ്? പൂരാടം. ആയിക്കോട്ടെ. രാമൻ നമ്പൂതിരി. സജീവ് കരിപ്പത്ത്. ശ്രീരാമേട്ട നമസ്കാരം. എൻ്റെ നാട് തിരുവോണം. എൻ്റെ മരം എന്ന് പറയാൻ പറ്റില്ല, എരുക്കാണ്. എരുക്ക് കണ്ടിട്ടുണ്ടാവും മിക്കവാറും എല്ലാവരും. ഒരു ചെറിയ ഒരു 2 മീറ്റർ ഒക്കെ ഹൈറ്റില്. ഞാൻ നാട്ടില് കുറവാണ് കണ്ടത്, ബാംഗ്ലൂരൊക്കെ ഒരുപാട് കാണും. അവരത് പൂജയ്ക്ക് ഉപയോഗിക്കും. സാധാരണ നമ്മുടെ നാട്ടില് പൂജയ്ക്ക് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഗണേശ ചതുർത്ഥിക്ക് വളരെ പ്രധാനമാണ് എരിക്ക് പിന്നെ പൂവുണ്ടാക്കും. അപ്പൊ അത് പറയുന്നത് എന്താ വെച്ചാൽ 12 വർഷം കഴിയുമ്പം ഈ എരുക്കിന്റെ എന്താ പറയാ പിന്നെ വേര് ഗണപതിയുടെ ആകൃതിയാവും അത്രേ. അത് ഭയങ്കര വിശേഷമാണ്. അത് ഗണപതിക്ക് എടുത്ത് പൂജ കഴിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യാറില്ല സാറിന്. പണ്ട് ഇത് പല അസുഖങ്ങൾക്കും ഉപയോഗിക്കും. പിന്നെ വേദന, ഈ സിദ്ധവൈദ്യത്തിൽ എനിക്ക് തോന്നുന്ന ഈ പിന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങള്, ക്യാൻസർ, പിന്നെ ഇതിന്റെ ഇല എടുത്തിട്ട് ചൂടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വേദന പോവും, അങ്ങനത്തെ ഇതുണ്ട്. പക്ഷെ ഇത് സമൂലം വിഷമാണ്. ഈ
ഇതിന്റെ പൂവ്, കായ, ഇല, തണ്ട്, അതിനൊരു കറയുണ്ട്. അപ്പൊ അത് അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ്. പണ്ട് ഈ ഇതിനെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതായത് മൂന്നാമത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് അശുഭമാണെന്ന് വിചാരിച്ചിട്ട് മൂന്നാമത് വിവാഹം കഴിക്കുന്നവര് പിന്നെ എരിക്കിനെ വിവാഹം കഴിച്ചിട്ടാണ് പിന്നെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാന്ന് കേട്ടത്. അത് ബ്രാഹ്മണരുടെ ഇടയിൽ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെ അറിയില്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടോന്ന് അറിയില്ല. ഇത്രേ ഉള്ളൂ. വളരെ സന്തോഷം. ഞാന് നാട്ടിലെ ശ്രീരാമേട്ട എനിക്ക് കുറച്ച് കൃഷിയുണ്ട് നാട്ടിൽ. അപ്പം അതിന്റെ കൂടെ ഞാൻ ഒരുപാട് ഇങ്ങനെ മരങ്ങൾ വളർത്തുന്നുണ്ട്, ഈ പലതരം റയർ ആയിട്ടുള്ള മരങ്ങൾ. അപ്പൊ വീട്ടിൽ ഒരുപാട് രുദ്രാക്ഷം, പിന്നെ കമണ്ടലു മരം, പലതും കണ്ട, നാഗലിംഗ പുഷ്പം, കദംബം, അങ്ങനത്തെ കുറെ, പിന്നെ ഈ വില്ലും. ഇപ്പൊ ഇതിൽ പറഞ്ഞ ഒരുപാട് മരങ്ങൾ എന്റെ കയ്യിലുണ്ട്. അശോകം, കദംബം, അങ്ങനെയൊക്കെ. അങ്ങനെ ആർക്കെങ്കിലും രുദ്രാക്ഷമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ, എന്റെ ഇഷ്ടം പോലെ ഉണ്ട്. ആയിക്കോട്ടെ, സന്തോഷം. ശങ്കരനാരായണൻ CR. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ വൃക്ഷം അത്തിയാണ്. അപ്പോൾ അത്തിമരത്തിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അതിന്റെ ശാസ്ത്രീയ നാമം വന്നിട്ട് ഫിക്കസ് റേസ് മോസ എന്നാണ്. ഇത് കാതലില്ലാത്ത ഒരു മരമാണ്. പിന്നെ ഇതിന് ധാരാളം ശാഖകളുണ്ട്. പിന്നെ 10 മീറ്റർ വരെയാണ് ഉയരത്തിലാണ് ഇത് വളരുക. പിന്നെ ജന്മദേശം ഏഷ്യയാണ്. പിന്നെ കൂടുതലായിട്ട് ഈ ജലാംശമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ തണുപ്പ് ഇതിനെ നേരിടാനുള്ള ഇതിനൊരു കഴിവുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഈ വൈദിക ചടങ്ങുകളിൽ മരണാന്തര ക്രിയകളിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും മിക്ക കാര്യങ്ങളും പലരായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്കിത് തുടരാം. പറയാൻ ബാക്കിയുള്ളവര് പഠിതാക്കളായിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങള് ഇത് കഴിയുന്നത് വരെ പറഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം നിർദ്ദേശിക്കട്ടെ. നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ സെഷൻ തുടങ്ങാം. ഈ നക്ഷത്ര വൃക്ഷങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാഗത ഭാഷണത്തിനായി വൈശ്രവണത്ത് നാരായണൻ നമ്പൂതിരി അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു മിനിറ്റ്, ഇതൊന്ന് റെക്കോർഡ് ഓപ്ഷൻ ഓഫ് ചെയ്ത് ഓൺ ചെയ്തോട്ടെ.